ഇന്നലത്തെ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പരാമർശം തന്നെയാണ് പ്രധാനമായും ചോദിക്കാനുള്ളത്. ഈ പെൻഷൻ കൊടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് താങ്കൾ കണ്ടിരുന്നോ എന്നറിയില്ല. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാനാവുക? ഇല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കുന്നത്. അത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമല്ലാതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹം എന്തെങ്കിലും ഒരു ദുഷ്ടബുദ്ധി കൊണ്ട് പറഞ്ഞതുമാവില്ല. പക്ഷെ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം ഇപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്ത നാട് നമ്മുടെ കേരളമാണ്. അന്നതൊരു വലിയ വിസ്മയമായിരുന്നു, ഒരു അത്ഭുതമായിരുന്നു, അവിശ്വസനീയമായിരുന്നു. കാരണം അന്ന് വരെയുള്ള ഒരു സാമ്പ്രദായിക ബോധം പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പ്രതിമാസ സാമ്പത്തിക ആനുകൂല്യമാണ് എന്നാണ്. പക്ഷെ അപ്പോഴാണ് കർഷക തൊഴിലാളിക്ക് പെൻഷൻ. അപ്പോൾ അത് സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. കോൺഗ്രസ് അന്നെടുത്ത നിലപാട് അത് ആവശ്യമില്ല എന്നാണ്. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ പാടില്ല, അതൊരു പാഴ്ചെലവാണ്. അന്ന് പല നേതാക്കന്മാരും പ്രസംഗിച്ചത് കർഷക തൊഴിലാളികൾ അതുകൊണ്ട് പോയി കള്ളു കുടിക്കുന്നൊക്കെയാണ്. ആ എതിർപ്പിനെ മറികടന്നാണ് പെൻഷൻ അനുവദിച്ചത്. അപ്പോൾ അന്ന് സ്വീകരിച്ച ആ നിലപാട് പക്ഷേ കോൺഗ്രസ് പിന്നെ അധികം പറഞ്ഞിട്ടില്ല. നമ്മുടെ സമൂഹവും ആ നിലപാട് തള്ളിക്കളഞ്ഞു. ദുർബല ജനവിഭാഗങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാണ് LDFന്റെ നിലപാട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ക്ഷേമ പെൻഷൻ എല്ലാം വർദ്ധിപ്പിക്കണം, ചുരുങ്ങിയത് ഒരു 2500 രൂപയെങ്കിലും ആക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക അനീതി കൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പഴയ നിലപാട് അദ്ദേഹം ആവർത്തിച്ചത് എന്താണെന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിരുന്നത് കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറിയിരുന്നു. അവരുടെ ഭരണകാലത്ത് അവർ പെൻഷൻ വർദ്ധിപ്പിക്കുകയോ അത് കൊടുക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ പരസ്യമായി പറയാറില്ല. അതെന്താണെന്നുള്ളത് എനിക്കും പിടികിട്ടുന്നില്ല. കൈക്കൂലിയായിട്ട് ആരും ഇതുവരെ തന്നിട്ടില്ല. പെൻഷൻ ഇപ്പോൾ സാധാരണ നമുക്ക് തരുന്നതല്ലേ, അത് തന്നിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കണവർക്ക് അങ്ങനെ. എനിക്ക് മറ്റേ പെൻഷനാണ്, അപ്പോൾ മരിച്ച പാട് പിന്നെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അതിനൊന്നും ഇതുവരെ പേ വന്നിട്ടില്ല. കൈക്കൂലിയായിട്ട് പതുക്കി ആരും തന്നിട്ടില്ല. കൈക്കൂലി പറയുന്ന മോശം തന്നെയല്ലേ. നമ്മൾ മേടിക്കാത്ത സാധനം നമുക്ക് തന്നു കിട്ടി പറഞ്ഞാൽ അപ്പോൾ അത് മോശമുള്ള കാര്യം തന്നെയല്ലേ. വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് രണ്ടുകൊടുക്കും. ഓലിക്ക് പറഞ്ഞുകൂടാത്ത വർത്തമാനം വല്ലതും ഉണ്ടോ? കൈക്കൂലിയാണ്. അല്ലെങ്കിൽ ഓല് ഭരിച്ചു തന്നെ ഇപ്പൊ എത്ര മാസം പൈസ ഉണ്ടായിരുന്നു? അതൊക്കെ ഇവരെ അധികാരത്തിൽ കയറിയിട്ടല്ലേ നമ്മ കിട്ടിയത്. കംപ്ലീറ്റ് തന്നിരിക്കുന്നു. ഇപ്പൊ ഇവരല്ലാണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഒരു തരുവില്ല, ഇല്ലായിട്ടല്ലോ. അപ്പൊ പിന്നെ അത് ഇടത്